വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. എനിക്ക് ഇത് ആദ്യത്തെ ഒരു ഇൻഫർമേഷനാണ്. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമ്മളെ ശംഖുപുഷ്പം ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ പീ, ഡാവൻ പീ, ബ്ലൂബെൽ വൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പൂക്കൾ ഇതിനെ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ടീ ഉണ്ടാക്കാം. ബട്ടർഫ്ലൈ പീ ഫ്ലവർ ടീ. അതായത് ഇതിൻ്റെ ഒരു മൂല്യം എന്ന് പറയാൻ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ചെടീനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ റെഫർ ചെയ്യുമ്പം കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഓൾറെഡി ഞാനൊരു ടീ ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ആമസോണിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. 10 ഗ്രാമിന് 200 രൂപയാണ്. അപ്പോൾ ഏകദേശം 1 കിലോ നമുക്ക് ഈ പൂക്കൾ നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ 20,000 രൂപ വരെയാണ് ഇതിൻ്റെ വില. അപ്പം ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ, വേനൽക്കാലത്ത് നമ്മൾ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ, ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം ഹെർബൽ ഗുണം ഉള്ള ഒരു പൂവ് തന്നെയാണ്. നമ്മൾ അധികം ആൾക്കാരും നമ്മൾ ഇതിനെ പറ്റിയിട്ട് കെയർ ചെയ്യുന്നില്ല. ശരിക്കും ഞാനടക്കം നമ്മൾ ഈ പൂവ് ഉണ്ടായിക്കഴിഞ്ഞ് വാടിക്കഴിഞ്ഞത് കൊഴിഞ്ഞു പോവാണ്. പക്ഷെ നമ്മളിത് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പലതരം ടീനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. ഗ്രീൻ ടീ ഒക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതുക്കും മേലെയാണ് ഈ ഒരു ടീൻ്റെ ഗുണം, ഈ ബ്ലൂ ടീൻ്റെ ഗുണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ആകെ കൂടെ 4-5 പൂക്കളെ ഇപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടി ഒരു 5-10 പൂക്കളും കൂടി വേണം ഏകദേശം ഒരു ഗ്ലാസ് ടീ ഉണ്ടാക്കാൻ. എന്നാൽ ആ കറക്റ്റ് ആ നല്ലൊരു ബ്ലൂ കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ലൈറ്റ് കളറാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള ആ സംഭവമൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ 2-3 ദിവസം ആയതിനെ കൊണ്ടാണ് ഇതിനൊരു വാട്ടം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഈ പൂവിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഡീപ്പ് ബ്ലൂ കളറ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പെറ്റൽസ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ മുഴുവനായിട്ടുള്ള പൂ വേണമെങ്കിലും നമുക്ക് ഇടാം. കെഫെയിൻ ഫ്രീ ആണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ ഇതിൻ്റെ വേരൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാമെന്നൊക്കെ അങ്ങനത്തെ കുറേ അറിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു അറിവ് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ പൂക്കളിടുക. പൂക്കളിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണിയാൻ വെക്കുക. തണിയാൻ വെക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ കളറ് മൊത്തമായിട്ട് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും തീരെ കളറില്ലല്ലോ, എന്നാൽ അതാകെ 5 പൂക്കളല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ കളറ് കുറവ് തന്നെയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കൂടുതൽ പൂക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല കളറിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഇപ്പം ഏതായാലും ഇപ്പം ഇങ്ങനെയെങ്കിലും കാണിച്ചു തരാൻ പറ്റിയല്ലോ. ഇതിപ്പോൾ എനിക്ക് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഇത് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു ടീ അതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വേഗം ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഏതായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കളറ് കാണുകയെന്ന് വിചാരിച്ചു. അപ്പോഴും കളറ് ഭയങ്കര ലൈറ്റ് കളറാണ്, എന്നാലും നല്ല ഭംഗിയില്ലേ. അടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കളറിന് പെട്ടെന്ന് ചേഞ്ച് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബ്ലൂ കളർ പെട്ടെന്ന് മാറി ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു തിളച്ച നമ്മളെ ബട്ടർഫ്ലൈ പീ ഫ്ലവറിൻ്റെ ടീയിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ്. അപ്പോൾ ആ ചെറുനാരങ്ങ നീര് ഒഴിക്കുമ്പോഴുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുനാരങ്ങ ഒഴിക്കുമ്പോൾ ഉള്ള ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും കപ്പിലായിരുന്നു കുറച്ചും കൂടി നല്ലത്. പക്ഷേ അതാ സെറ്റിങ്സ് ഒന്നും നോക്കിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒഴിക്കുമ്പം എൻ്റെ കയ്യിൻ്റെ നിഴൽ കാണുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആ ചേഞ്ച് ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ മൈന്യൂട്ടായിട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. മേലെ ആ ബ്ലൂവും താഴത്തേക്ക് വന്നപ്പം ഒരു ഷെയ്ഡ് ജസ്റ്റ് ഇങ്ങനെ മാറി വരുന്നത് കാണുന്നുണ്ടോ. ഇങ്ങനെ കുറച്ച് ചേഞ്ചസ് കുറച്ച് നേരം വെക്കുന്നതിനനുസരിച്ച് അത് ചേഞ്ചായി വരും. അപ്പോൾ ഇതൊരു സംഭവം അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വീണ്ടും കുറച്ചും കൂടി ഞാൻ ഒറ്റിച്ചപ്പം വീണ്ടും അത് കളറിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. അപ്പം ഇതൊരു അടിപൊളി സംഭവമല്ലേ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കൂടുതൽ അതിൻ്റെ ഫ്ലേവർ കിട്ടിയിട്ടില്ല, എന്നുവെച്ചാൽ കുറച്ചല്ലേ കണ്ടൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമ്പോൾ ഒരു പുളിപ്പ് ചൊയ്യാണ്, ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ല ഹെൽത്തി ആയിരുന്നു, അത് നല്ല എഫക്റ്റീവാണ്, പക്ഷേ നല്ല ഊർജ്ജമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കുടിച്ചപ്പോഴും, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരമൊക്കെ ഇടാം, പക്ഷേ കുറച്ചും കൂടി നല്ലത് ഗുണം ചെയ്യാൻ മധുരമൊക്കെ ഇടാതെ കുടിക്കുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.